നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിത് സി കണ്ണൻ. നോക്കാം ഇന്നത്തെ വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIനെയും പ്രതി ചേർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തൃശൂർ ജില്ലാ സെക്രട്ടറി AM വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കളും ED കണ്ടുകെട്ടി. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത CPIന്റെ സ്വത്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണമിടപാടിൽ CPIന്റെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നീക്കം. കേസിൽ 29.29 കോടിയുടെ സ്വത്തുവകകളാണ് ED കണ്ടുകെട്ടിയത്. ഇതിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ പാർട്ടി വാങ്ങിയ ഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ഓഫീസിനായി വാങ്ങിയ 5 സെന്റ് ഭൂമിയാണ് കണ്ടുകെട്ടിയത്. കേസിൽ CPIനെയും ED പ്രതി ചേർത്തു. കരുവന്നൂരിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്ന് ED നേരത്തെ കണ്ടെത്തിയിരുന്നു. തന്റെയോ പാർട്ടിയുടെയോ സ്വത്ത് മരവിപ്പിച്ചതായി ED അറിയിച്ചിട്ടില്ലെന്ന് MM വർഗീസ് പ്രതികരിച്ചു. ED കണ്ടുകെട്ടിയ 29 കോടിയിൽ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ CPIന്റേതാണ്. പാർട്ടിയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടിയവയിലുണ്ട്. കേസിൽ EDയുടെ തുടർ നീക്കങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയേക്കും. വിനീത VG 24 ഡൽഹി. ആലപ്പുഴ മാവേലിക്കര വഴുവാടിയിൽ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര ഇളകി വീണ് 2 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളായ ആനന്ദൻ, സുരേഷ് എന്നിവരാണ് മരിച്ചത്. നിർമ്മാണത്തിലിരുന്ന കാർ പോർച്ചിന്റെ തട്ട് പൊളിക്കുമ്പോഴായിരുന്നു അപകടം. വൈകിട്ട് 2:30യോടെയാണ് അതിദാരുണമായ അപകടം. വീടിനോട് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന കാർ പോർച്ചിന്റെ തട്ട് പൊളിക്കാനാണ് നിർമ്മാണ തൊഴിലാളികൾ എത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു പോർച്ചിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. തട്ട് പൊളിക്കാൻ തൊഴിലാളികൾ മുകളിലേക്ക് കയറിയ സമയം മേൽക്കൂര തകർന്നു വീണു. ഇതോടെ കൂടെയുണ്ടായിരുന്ന ഒരാൾ ചാടി രക്ഷപ്പെട്ടു. എന്നാൽ മേൽക്കൂരയ്ക്കടിയിൽപ്പെട്ട ആനന്ദനും സുരേഷും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. നിർമ്മാണത്തിലെ അപാകതയാണോ, മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 ആലപ്പുഴ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പൊട്ടിയ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് നാട്ടുകാർ. മരിച്ച ബാബുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമായി. മഴയ്ക്ക് താൽക്കാലിക ശമനം. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പല ഭാഗത്തും തുടരുകയാണ്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ചാല സ്വദേശി സുധീഷ് മരിച്ചു. രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കോഴിക്കോട് മാവൂർ, ചത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളം ഒഴിയുന്നില്ല. ചാലിയാർ, ചെറുപുഴ, ഇരുവഴഞ്ഞിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. കൂരാച്ചുണ്ടിൽ മണ്ണിടിഞ്ഞു. നേരത്തെ 8 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് വീണ്ടും അപകടം. വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. വൃഷ്ടിപ്രദേശത്ത് മഴ മാറാത്തതോടെ പാലക്കാട് മംഗലം ഡാം തുറന്നു. ചെറുകുന്നം പുഴയരികിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചുമാറ്റി. നെയ്യാറ്റിൻകരയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി നടൂർക്കൊല്ല സ്വദേശി ബാബുവിന് ദാരുണാന്ത്യം. ദിവസങ്ങൾക്ക് മുൻപ് തെങ്ങ് മറിഞ്ഞു വീണ് പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ലൈൻ പൊട്ടിയത് KCB അറിയിച്ചിട്ടും സമയത്ത് ജീവനക്കാർ എത്താത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാരോപിച്ച് നാട്ടുകാർ മൃതദേഹവുമായി KCB ഓഫീസ് ഉപരോധിച്ചു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന തീരുമാനത്തെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. അനാസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ച് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകി. നീലഗിരി കുണ്ടംപുഴയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. തോട് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു കാട്ടാനക്കൂട്ടം. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മഴ ദുരിതത്തിൽ വലഞ്ഞ് തലസ്ഥാനം. രൂക്ഷമായ വെള്ളക്കെട്ടിൽ ഗതാഗതം താറുമാറായി. വസന്ത് വിഹാറിൽ നിർമ്മാണത്തിലുള്ള കെട്ടിടം തകർന്ന് കുടുങ്ങിയ തൊഴിലാളികളെ ഇനിയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഡൽഹി സർക്കാർ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനപ്പെട്ട വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം വെള്ളം കയറി. 2 ദിവസം തുടർച്ചയായി പെയ്ത മഴയാണ് ഡൽഹിയെ മുക്കിയത്. കഴിഞ്ഞ 88 വർഷത്തിലെ ഏറ്റവും ശക്തമായ മഴയിൽ ഡൽഹിയിലെ ജനജീവിതം താറുമാറായി. കനത്ത മഴയിൽ വസന്ത് വിഹാറിലെ നിർമ്മാണത്തിലുള്ള കെട്ടിടം തകർന്ന 3 തൊഴിലാളികൾ കുടുങ്ങി. 3 തൊഴിലാളികളും താമസിച്ചിരുന്ന കുടിൽ പൂർണ്ണമായും 12 അടി താഴ്ചയിലേക്ക് നിലം പതിച്ചു. അപകടത്തിന് പിന്നാലെ ഭീതിയിലാണ് പരിസര നിവാസികളും. ഹസ്രത്ത് നിസാമുദ്ദീൻ, സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനുകൾ മണിക്കൂറുകളോളം നിശ്ചലമായി.
ആസാദ് മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ടിൽ മുങ്ങിയ ബസ് യാത്രികരെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. ഡൽഹി മന്ത്രി അതിഷി, എംപിമാരായ ശശി തരൂർ, രാംഗോപാൽ യാദവ് എന്നിവരുടെ വീട്ടിൽ വെള്ളം കയറി. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹവും ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. വെള്ളക്കെട്ടിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വ്യത്യസ്തമായ പ്രതിഷേധവുമായി BJP കൗൺസിലർ രവീന്ദർ സിംഗ് നേഗി രംഗത്ത് വന്നു. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. ഹിമാചൽ പ്രദേശ്, അസം, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ടീം 24 ഡൽഹി. ഡൽഹിയിൽ ശക്തമായ മഴയിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി പറഞ്ഞു. നിർമ്മാണത്തിലെ അപാകതയും മോദി സർക്കാരിന്റെ അഴിമതിയുമാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പ്രിയങ്ക ഗാന്ധിയും ആരോപിച്ചു. അപകടത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെയാണ് ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നു വീണത്. ശക്തമായ കാറ്റും മഴയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ റൂഫ് ഷീറ്റും സ്പോട്ട് ബീമുകളും തകർന്നു. വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മേൽക്കൂര തകർന്നു വീണത്. പാർക്ക് ചെയ്തിരുന്നതുൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഒരാൾ മരിച്ചു. 6 പേർ നിലവിൽ ചികിത്സയിലാണ്. NDRF സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും ചികിത്സയിലുള്ളവർക്ക് 3 ലക്ഷം രൂപയും വീതം നൽകും. അപകടത്തിന് പിന്നാലെ മോദി സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. മേൽക്കൂര തകർന്നു വീണതിന് പിന്നിൽ നിർമ്മാണത്തിലെ അപാകതയും മോദി സർക്കാരിന്റെ അഴിമതിയുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വിമർശിച്ചു. സംഭാവന വാങ്ങി കോർപ്പറേറ്റുകൾക്ക് ബിസിനസ് നൽകുന്ന BJP മാതൃകയുടെ പ്രതിഫലനമാണ് ഇത്തരം തകർച്ചകളെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. എന്നാൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കെട്ടിടമല്ല തകർന്നു വീണതെന്നും 2009 തുറന്നു നൽകിയ കെട്ടിടമാണ് തകർന്നതെന്നും കേന്ദ്ര സിവിൽ ഏവിയേഷന്റെ മറുപടി. എയർപോർട്ട് അധികൃതരും വ്യോമയാന മന്ത്രാലയവും സംഭവത്തിൽ അന്വേഷണം നടത്തും. ടെർമിനൽ 1 സർവീസ് നടത്തേണ്ട വിമാനങ്ങൾ ടെർമിനൽ 2 3 മാറ്റി. 24 ഡൽഹി. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു അവിടെയെന്നും തോൽവിക്ക് കാരണം വെള്ളാപ്പള്ളി നടേശൻ അല്ലെന്നും ജില്ലാ സെക്രട്ടറി വിലയിരുത്തി. ഒപ്പം ധന ആരോഗ്യമന്ത്രിമാർ സമ്പൂർണ്ണ പരാജയമെന്നും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി ഇന്ന് തുടങ്ങിയ നേതൃയോഗങ്ങളിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മേൽക്കമ്മിറ്റി റിപ്പോർട്ടിംഗിന് മുൻപായി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച ഏക സ്ഥാനാർത്ഥിയായിരുന്നു AM ആരിഫെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരിഫിനേക്കാൾ ശക്തനായ സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ കൊണ്ടുവരണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. KC വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു. G സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ തെരഞ്ഞെടുപ്പിന് മുൻപേ അനുനയിപ്പിക്കണമായിരുന്നു. തോൽവിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പങ്കുണ്ടെന്ന വിമർശനം അടിസ്ഥാനരഹിതമാണെന്നും മലബാറിലടക്കം വോട്ടുകൾ നഷ്ടപ്പെട്ടതിൽ വെള്ളാപ്പള്ളിക്ക് പങ്കുണ്ടോ എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനമുന്നയിച്ചു. പാർട്ടിയുടെ അഭിപ്രായം പറയാൻ AK ബാലനെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നും 2ാം പിണറായി സർക്കാരിൽ ധനവകുപ്പും ആരോഗ്യവകുപ്പും അപമാനമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. നാളെയും മറ്റന്നാളുമാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ. 24 ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം. മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ നേതൃമാറ്റം ആദ്യ ദിനം ചർച്ചയിൽ ഉയർന്നു വന്നില്ല എന്നും നേതാക്കൾ പറഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. അങ്കമാലിയിൽ വൻ ചാരായവേട്ട. 1000 ലിറ്റർ വാഷ് എക്സൈസ് പിടികൂടി. വീട് വാടകയ്ക്കെടുത്തായിരുന്നു ചാരായ വിൽപ്പന. S ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്യാം, നമുക്ക് ലഭിച്ച വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ പുറകുവശത്തെ വാടകയ്ക്ക് വീടെടുത്തായിരുന്നു ഈ വാറ്റ് നടന്നിരുന്നത്. 1000 ലിറ്റർ വാഷാണ് ചാരായം നിർമ്മിക്കാനായി ഇവിടെ സൂക്ഷിച്ചിരുന്നത്. 33 ലിറ്റർ വ്യാജ ചാരായവും ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. എക്സൈസിൽ ലഭിച്ച വിവരത്തെ തുടർന്ന് അവർ രാത്രിയിൽ തന്നെ പരിശോധന നടത്തുകയായിരുന്നു. ഈ സമയത്ത് അവിടെ വാറ്റ് നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ അവിടെ എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല. ഏതായാലും പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി വൻതോതിൽ ഒരു വ്യാജ ചാരായ വാറ്റ് കേന്ദ്രമാണ് അവിടെ പ്രവർത്തിച്ചിരുന്നതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരാളെ ഇപ്പോൾ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തിന് ചർച്ച യാഥാർത്ഥ്യമാകാതെ സഭാ നടപടികളോട് സഹകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പ്രതിഷേധത്തിന്റെ ഭാഗമായി മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയ ചെയർമാൻ ജഗ്ദീപ് ധൻകർ വിമർശിച്ചു. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. who are present in the well, I will be constant to name the members. സംഘർഷഭരിതമായിരുന്നു ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇന്നത്തെ അന്തരീക്ഷം. ചോദ്യചോർച്ചാ വിഷയത്തിലെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ പരിഗണിച്ച അധ്യക്ഷന്മാർ അവയ്ക്ക് അവതരണാനുമതി നിഷേധിച്ചു. ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധമാണ് തുടർന്ന് അരങ്ങേറിയത്. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലായിരുന്നു നടുത്തളത്തിലെ പ്രതിഷേധം. നടുത്തളത്തിലിറങ്ങിയ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നടപടിയെ ചെയർമാൻ രൂക്ഷമായി വിമർശിച്ചു. പ്രതിപക്ഷം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭയാശങ്കകളാണ് വിവരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വ്യക്തമാക്കി. സഭയിൽ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് വിഷയം ഉന്നയിക്കുന്നതിനിടെ ഓഫാക്കിയതായി കോൺഗ്രസ് പരാതിപ്പെട്ടു. That there is huge amount of corruption and we simply cannot continue like this. Also, the students want a resolution quickly. So the idea behind the discussion was that we get a resolution to this issue because crores and crores of people, their family members are in pain. They don't know what is going to happen in the future and it's important that we give them clarity. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സമ്മേളന നടപടികൾ ലോക്സഭയിൽ തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. രാജ്യസഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. നീറ്റ് പരീക്ഷ അടക്കമുള്ള സമ്പ്രദായങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി. പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു. ചർച്ചകളോട് മുഖം തിരിക്കുന്നതല്ല സർക്കാർ സമീപനമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഡൽഹിയിൽ 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി കൊലപ്പെടുത്തി. കല്ലുപയോഗിച്ച് തല തകർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നരേല സെക്ടർ 26-ലാണ് സംഭവം. ഇന്നലെ രാത്രി 9:45 കുട്ടിയെ കാണാതായതായി പറയുന്നു. 12:30 പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് വീടിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. അയൽവാസികളായ രാഹുൽ, ദേവദത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തെ BJPയുടെ വളർച്ച പരിശോധിച്ച് CPIM ജില്ലാ നേതൃയോഗം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വിഹിതം കൂടിയതാണ് പരിശോധിച്ചത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു. മേയറുടെ പെരുമാറ്റം ജില്ലയിൽ LDFന്റെ വോട്ട് കുറച്ചു എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. സലിം മാലിക് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. സലിം, എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിക്ക് കാരണം? അത് കൃത്യമായി പാർട്ടി പഠിക്കും എന്ന് നേരത്തെ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയാണ്. ഇപ്പോൾ നേതൃയോഗം നടക്കുന്ന ഓരോ ജില്ലയിലും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയൊപ്പം എന്താണ് പൊതുവിലയിരുത്തൽ? CPIMന്റെ ജില്ലാ നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ജില്ലാ നേതൃയോഗങ്ങളിൽ വിവിധ ജില്ലകളിൽ നടന്ന നേതൃയോഗങ്ങളിലൊക്കെയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സർക്കാരിനും ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായി വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ നിലയിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അതിനിടയിലാണ് തിരുവനന്തപുരത്തെ ജില്ലാ നേതൃയോഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയായത് അവിടുത്തെ BJPയുടെ വളർച്ചയാണ്. തിരുവനന്തപുരത്ത് BJPയുടെ വളർച്ച അത് 2 മണ്ഡലങ്ങളിലും കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനമായി BJP മുന്നേറ്റം ഉണ്ടാക്കിയ ജില്ല അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ശക്തമായ മത്സരം. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. മാത്രമല്ല 3ാം സ്ഥാനത്തായെങ്കിലും ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്തിന് തൊട്ടരികെ എത്താൻ സാധിച്ചു. 1ാം സ്ഥാനക്കാരനും 3ാം സ്ഥാനക്കാരനും തമ്മിലുള്ള വ്യത്യാസം പോലും വളരെ ചെറുതായിരുന്നു എന്നുള്ളതാണ് ആറ്റിങ്ങലിലെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ജില്ലയിലാകെ BJPയുടെ വോട്ട് വർദ്ധിച്ചത് കൃത്യമായി പഠിക്കണം എന്നുള്ളതായിരുന്നു ഇന്ന് ഉയർന്ന ഒരു വിലയിരുത്തൽ. അതിന്റെ പശ്ചാത്തലത്തിൽ ആ BJPയുടെ വളർച്ച പരിശോധിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ നാളത്തെ ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. അതിനുശേഷമാകും ആ നിലയിൽ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. മാത്രമല്ല
ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ പ്രധാനപ്പെട്ട വിമർശനം അത് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയായിരുന്നു. ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം പാർട്ടിക്കാകെ ക്ഷീണമാകുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും മോശമായി പെരുമാറുന്നുണ്ട്, പക്വതയില്ലാതെ മേയർ പെരുമാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നത്. അതുകൊണ്ട് തന്നെ മേയറുടെ പെരുമാറ്റം കൊണ്ട് മാത്രം ജില്ലയിൽ LDFന്റെ വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോഴേ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ അടുത്ത കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാകെ മേയറുടെ ഒറ്റ പെരുമാറ്റം കൊണ്ട് വലിയ പ്രശ്നമുണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലും ഉണ്ടായി. നാളെ ചേരുന്ന ജില്ലാ നേതൃയോഗത്തിൽ ഇത്തരം വിലയിരുത്തലുകൾ പരിശോധിക്കും. പ്രജിൻ, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ മുത്തച്ഛൻ കുറ്റക്കാരനല്ലെന്ന് പോലീസ്. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണതാണെന്ന് കണ്ടെത്തി. മുത്തച്ഛൻ വിജയകുമാറിനെ പോലീസ് വിട്ടയച്ചു. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സ്വദേശിയായ വിജയകുമാർ കുറ്റക്കാരനല്ലെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണാണ് കുട്ടിക്ക് പൊള്ളലേറ്റത്. കുട്ടി വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചതോടെയാണ് പാത്രം തെന്നി വീണത്. അപകടം നടക്കുന്ന സമയത്ത് മുത്തശ്ശൻ വീട്ടിലില്ലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇക്കാര്യം ഉറപ്പുവരുത്തിയത്. കുട്ടിയുടെ അമ്മയുടെ രണ്ടാമച്ഛനായ വിജയകുമാർ മനഃപൂർവ്വം ചായ ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചുവെന്നായിരുന്നു പരാതി. കുട്ടിയുടെ പിതാവാണ് പരാതിക്കാരൻ. പരാതിയെ തുടർന്ന് വിജയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പരിശോധനയിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതോടെ വിട്ടയച്ചു. ഈ മാസം 24-നാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 തിരുവനന്തപുരം. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ 5 പ്രതികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. CBI സമർപ്പിച്ച കുറ്റപത്രം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. സിബിയു മാത്യൂസ് അടക്കമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. പ്രതികൾ ജൂലൈ 26-ന് നേരിട്ട് ഹാജരാകണം. മുൻ DGP സിബി മാത്യൂസ്, മുൻ IB ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാർ, മുൻ ഇൻസ്പെക്ടർ S വിജയൻ, SP KK ജോഷ്വ, IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ഗൂഢാലോചന നടത്തി. കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലും തടഞ്ഞുവെക്കൽ കുറ്റവും പ്രതികൾ ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജാമ്യമില്ലാ കുറ്റമാണ്. അതേസമയം ക്രയോജനിക് സാങ്കേതികവിദ്യ തകർക്കാൻ പ്രതികൾ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. ജൂലൈ 26-ന് 5 പ്രതികളും നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം. ഇതിനുശേഷമാകും വിചാരണ നടപടികളിലേക്ക് കടക്കുക. നമ്പി നാരായണനെതിരെ ഗൂഢാലോചന നടന്നത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് സുപ്രീംകോടതി നിയോഗിച്ച ജസ്റ്റിസ് DK ജെയിൻ സമിതി ശുപാർശ പ്രകാരമാണ് 2020-ൽ കേസ് CBIക്ക് വിട്ടത്. 24 തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. സംസ്ഥാനത്ത് വീണ്ടും സർക്കാർ ഗവർണർ പോര്. 6 സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിറക്കി. സർവകലാശാലകൾ പ്രതിനിധിയെ നൽകാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ നടപടി. VA ഗിരീഷ് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഗിരീഷ്, വീണ്ടും ഗവർണർ സർക്കാർ പോരിനുള്ള മറ്റൊരു കളമൊരുങ്ങുന്നു. എന്താണ് നിലവിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? ഈ സെർച്ച് കമ്മിറ്റി ഏത് രീതിയിലാണ് രൂപീകരിച്ചിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ വീണ്ടും ഗവർണർ സർക്കാർ പോരിന് കളമൊരുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം സർക്കാരിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് 6 സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചാണ് ഗവർണർ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള, MG, കുഫോസ്, സാങ്കേതിക സർവകലാശാല, KAU, മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലേക്കുള്ള VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയാണ് ഇപ്പോൾ ഗവർണർ രൂപീകരിച്ചിരിക്കുന്നത്. സർവകലാശാലകൾ പ്രതിനിധിയെ നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഗവർണറുടെ നടപടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായി നേരത്തെ തന്നെ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതിന് കോടതിയുടെ അനുമതി വാങ്ങുന്നതിനാണ് ഇപ്പോൾ രാജ്ഭവൻ ആലോചിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ സർവകലാശാലകൾ പ്രതിനിധിയെ നൽകുന്നില്ല എന്നുള്ളതാണ് രാജ്ഭവൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇത്രയും ഒരു 1.5 വർഷത്തിലധികമായി ഈ സർവകലാശാലകളിൽ സ്ഥിരം VC ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഒരു നിലപാട്. ഇത് തന്നെയാണ് പുതിയ VC നിയമനത്തിന്
സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണറെ പ്രേരിപ്പിച്ചതും. ഏതായാലും ഈ ഒരു സംഭവത്തോടുകൂടി ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ തന്നെ ഈ VC നിയമനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. സർക്കാർ പാസാക്കിയ നിയമമനുസരിച്ച്, നിയമസഭ പാസാക്കിയ നിയമമനുസരിച്ച് തന്നെ ഈ പുതിയ VC-മാരുടെ നിയമനം നടത്തണം. അതിന് അംഗീകാരം ലഭിക്കുന്നത് വരെ താൽക്കാലിക VC-മാർ മാത്രം മതി എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഗവർണർ ഇപ്പോൾ ഒരു പുതിയ നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗവർണർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. സർവകലാശാലകളുടെ പ്രതിനിധികൾ ഇതിൽ ഇല്ല എങ്കിൽ പോലും ഗവർണർ ഈ സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് 2 അംഗങ്ങൾ മാത്രമുള്ളതായിരിക്കും ഈ സെർച്ച് കമ്മിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രജിൻ, ഒപ്പം ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും വ്യക്തമായി തന്നെ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഈ പറയുന്ന പോലെ നോമിനി ഓഫ് ചാൻസലർ, അതായത് ചാൻസലർ കൂടി ആ ഗവർണർ നൽകുന്ന ഒരു നോമിനി എന്ന രീതിയിൽ തന്നെ ഓരോരുത്തരുടെയും പേര് നൽകിയിട്ടുമുണ്ട്. ആ പേരിൽ നേരത്തെ തന്നെ പട്ടികയിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നമുക്ക് നേരത്തെ ഈ ചർച്ചയായ പേരുകളൊക്കെ തന്നെ ഇത്തവണത്തെ ഈ സെർച്ച് കമ്മിറ്റിയിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഗിരീഷ്? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഗവർണറുടെ പ്രതിനിധി, UGCയുടെ പ്രതിനിധി, അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ പ്രതിനിധി എന്നിവരടങ്ങുന്ന ഒരു സമിതി ആയിരിക്കണം, ഒരു സെർച്ച് കമ്മിറ്റി ആയിരിക്കണം VC നിയമനത്തിലുള്ള പാനൽ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് ചട്ടം. സ്വാഭാവികമായും സർവകലാശാലകൾ പ്രതിനിധിയെ നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഗവർണർ മുൻകൈയെടുത്ത ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തന്നെ നിയമ നടപടികളിലേക്ക് കടക്കും. കാരണം ഗവർണർക്ക് ഇത് സംബന്ധിച്ച അധികാരമില്ല. UGC റെഗുലേഷൻസ് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ഗവർണർക്ക് സ്വന്തമായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനോ അല്ലെങ്കിൽ സർവകലാശാലകളുടെ പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനോ ഗവർണർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഗവർണറുടെ നടപടി ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് ഇപ്പോഴും സർക്കാർ വിലയിരുത്തുന്നത്. ഈ സ്വാഭാവികമായി ഈ വിഷയം വീണ്ടും നിയമക്കുരുക്കിലേക്ക് നീങ്ങും. ഇപ്പോൾ ഒരു സെർച്ച് കമ്മിറ്റി മാത്രമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ സെർച്ച് കമ്മിറ്റിയാണ് സർവകലാശാലകളുടെ VC-മാരുടെ നിയമനത്തിലുള്ള പാനൽ തയ്യാറാക്കേണ്ടത്. ഈ പാനലിലാണ് ഒരുപക്ഷെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ VC-മാരാകാൻ യോഗ്യതയുള്ള പലരും ഉണ്ട് എന്ന് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇടം പിടിക്കുന്നത് ഈ പാനലിലായിരിക്കും. ഏതായാലും ഇപ്പോൾ സർക്കാരിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സർവകലാശാലകളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റിക്ക് ഗവർണർ ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രജിൻ, വ്യക്തമാണ്. എന്തായാലും ഡോക്ടർ ജാൻസി ജെയിംസ്, ഫോമർ വൈസ് ചാൻസലർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആൻഡ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് ഈ പാനലിൻ്റെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ ഓർഡറിൽ. ഇനി കഴിഞ്ഞ അടുത്ത 3 മാസത്തിനുള്ളിൽ തന്നെ ഈ റെക്കമെൻഡേഷൻസ് ഉണ്ടാകും. ആരൊക്കെയായിരിക്കും VC-ആയി നിയമിക്കപ്പെടേണ്ടത്, ആ രീതിയിലുള്ളൊരു പട്ടികയായിരിക്കും തയ്യാറാക്കുക. ഇപ്പോഴത്തെ സെർച്ച് കമ്മിറ്റി ഈ രീതിയിലാണ് എന്നാണ് നമ്മുടെ ഈ ഓർഡറിൽ നിന്നും വ്യക്തമാക്കുന്നത്. VA ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാർ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കുടപിടിക്കുന്നവരെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു. P. ജയരാജനും മകനുമെതിരായ വെളിപ്പെടുത്തൽ സർക്കാർ ഗൗരവമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ചട്ടപ്രകാരം അനുവദിക്കാനാവില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. മനു തോമസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ മനു തോമസിന് സംരക്ഷണം നൽകുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ അറിയിച്ചു. P. ജയരാജൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്കെതിരായ മനു തോമസിന്റെ തുറന്നുപറച്ചിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയം പക്ഷേ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സ്പീക്കർ നിരസിച്ചു. ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് AN ഷംസീർ. ശ്രീ സണ്ണി ജോസഫും മറ്റഞ്ചംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. മനു തോമസിന്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണെന്നും വിഷയം സർക്കാർ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതിനിടെ P. ജയരാജനെതിരായ ആരോപണങ്ങളിൽ മകൻ ജെയിൻ രാജ് മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. അപകീർത്തി പരാമർശങ്ങളിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനു തോമസിനും വീടിനും സ്ഥാപനങ്ങൾക്കും പോലീസ് സംരക്ഷണം ഒരുക്കാനും തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. നേരത്തെ റദ്ദുകയും മാറ്റിവെക്കുകയും ചെയ്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകൾ, പ്രത്യേകിച്ചും നെറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതി
വന്നിട്ടുണ്ട്. അത് അറിയിപ്പായി ഇപ്പം NTA നൽകുന്നുമുണ്ട്. അതനുസരിച്ച് ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷ 25 മുതൽ 27 ജൂലൈ 25 മുതൽ 27 വരെ തീയതികൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ UGC നെറ്റ് ജൂൺ 2024 പരീക്ഷ അത് 21 ഓഗസ്റ്റ് 21 ഒപ്പം സെപ്റ്റംബർ 4 ഇടയിലായി നടത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. NCET 2024 പരീക്ഷ അത് നേരത്തെ ക്യാൻസൽ ചെയ്യുകയും മാറ്റിവെക്കുകയും ചെയ്ത പരീക്ഷയാണ്. അത് ജൂലൈ 10 നടത്തുമെന്നാണ് ഇപ്പോൾ ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. കാഫിർ പോസ്റ്റ് വിവാദത്തിൽ മുൻ MLA KK ലതികയെ ന്യായീകരിച്ച് സർക്കാർ. വർഗീയതയെ എതിർക്കുന്ന പോസ്റ്റാണ് ലതിക ഇട്ടതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. പോസ്റ്റ് സംബന്ധിച്ച ചോദ്യങ്ങൾ സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. സഭയെ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദം ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഭരണപക്ഷത്തെ ഒരു മുൻ MLA ഈ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു. KK ലതികയെ പൂർണ്ണമായും പിന്തുണച്ചായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷിന്റെ മറുപടി. വർഗീയതയ്ക്കെതിരായ പോസ്റ്റാണ് KK ലതികയുടേത്. തുടർന്ന് KK ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ മന്ത്രി MB രാജേഷ് വായിച്ചു. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷം അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം ഭരണപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചതോടെ സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം. അങ്ങ് പറയൂ, സമയം കളയണ്ട, അങ്ങ് പറഞ്ഞോ. അദ്ദേഹം പറയട്ടെ. ചോദ്യോത്തരവേളയെ ദുരുപയോഗപ്പെടുത്താൻ മന്ത്രിയും ഭരണപക്ഷാംഗങ്ങളും ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ്. ബാർക്കോഴ സംബന്ധിച്ച് ലഭിച്ച പരാതിയിൽ കഴമ്പില്ലെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായി മന്ത്രി MB രാജേഷ് പറഞ്ഞു. 7 പേരുടെ മൊഴിയെടുത്തു. കോഴ നൽകാനായി പണപ്പിരിവ് നടന്നതായി കണ്ടെത്താനായില്ലെന്നും മന്ത്രി MB രാജേഷ്. 24 തിരുവനന്തപുരം. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നെറ്റ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. UGC നെറ്റ് ഓഗസ്റ്റ് 21 സെപ്റ്റംബർ 4 ഇടയിൽ നടക്കും. CSIR നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയും NCET പരീക്ഷ ജൂലൈ 10 നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഈ പരീക്ഷാ തീയതികളായി മറ്റെന്തെങ്കിലും വിവരങ്ങൾ അനുബന്ധമായി നൽകുന്നുണ്ടോ NTA? പ്രജിൻ, നിലവിലിപ്പോൾ നേരത്തെ മാറ്റിവെച്ച പരീക്ഷകളുടെ പുനഃക്രമീകരിച്ച തീയതികളാണ് NTA അറിയിച്ചിരിക്കുന്നത്. ഈ പരീക്ഷയിൽ അട്ടിമറി ശ്രമങ്ങൾ നടന്നു എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു നേരത്തെ ഈ പരീക്ഷ മാറ്റിവെച്ചത്. തുടർന്ന് ഈ സംഭവത്തിൽ CBIക്ക് അന്വേഷണം കൈമാറുകയും ചെയ്തിരുന്നു. CBI അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുക്കിയ പരീക്ഷാ തീയതി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പരീക്ഷാർത്ഥികളുടെ ആശങ്ക ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് NTA വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്ന വിവരം. പുതുക്കിയ തീയതി അനുസരിച്ച് NCET പരീക്ഷ ജൂലൈ 10 CSIR നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയും ഒപ്പം തന്നെ UGC നെറ്റ് പരീക്ഷ ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെയും നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടായിരിക്കും ഈ 3 പരീക്ഷകൾ നടത്തുക. ഒപ്പം തന്നെ NTA തന്നെ നടത്തുന്ന ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് അത് നേരത്തെ നിശ്ചയിച്ച ജൂലൈ 6 തന്നെ നടക്കും എന്നുമാണ് NTA ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, വ്യക്തമാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോറസ് ലോറി പിന്നോട്ടെടുക്കുന്നതിനിടെ കാറിലിടിച്ച് അപകടം. ഡ്രൈവർ അലക്ഷ്യമായി വാഹനം പിന്നോട്ടെടുത്തപ്പോൾ കാറിൽ ഇടിക്കുകയായിരുന്നു. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ പിഴ ഒഴിവാക്കാൻ ലോറി ഡ്രൈവർ പിന്നോട്ടെടുക്കുകയായിരുന്നു. ശിക്ഷാ ഇളവ് തേടി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിലെ പ്രതിയും അന്തരിച്ച CPIM നേതാവുമായ PK കുഞ്ഞനന്ദന്റെ ബന്ധുക്കളും സുപ്രീം കോടതിയിൽ ഹർജി നൽകി.
മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ECIR രജിസ്റ്റർ ചെയ്തതെന്ന് ED. CMRL ജീവനക്കാരുടെ പരാതി അപക്വമാണ്. CMRL-എതിരായ ECIR റദ്ദാക്കാനാകില്ലെന്നും ED ഹൈക്കോടതിയിൽ. മലബാറിലെ ട്രെയിൻ യാത്രികർക്ക് ആശ്വാസമായി പുതിയ ട്രെയിൻ സർവീസ്. ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിനാണ് പ്രഖ്യാപിച്ചത്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഷൊർണൂരിൽ നിന്ന് വൈകിട്ട് 3:40 പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 7:40 കണ്ണൂരിലെത്തും. ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 8:10 കണ്ണൂരിൽ നിന്നും പുറപ്പെടും. പാലക്കാട് തൃത്താലയിൽ നിയമം ലംഘിച്ച് വിദ്യാർത്ഥികളുടെ ബൈക്ക് യാത്ര. 11 ഇരുചക്ര വാഹനങ്ങൾ പിടികൂടി. 2 വിദ്യാർത്ഥികളിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളും പിടിച്ചെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഹസാരിബാഗിലെ ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്ത് CBI. വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലത്തിനെയും അറസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ ലീഗ് സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായി നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനനും. കൊച്ചി ആസ്ഥാനമായുള്ള കൊച്ചി പൈപ്പേഴ്സ് ടീമിന്റെ സഹ ഉടമകളാണിവർ. ടെന്നീസ് മുൻ താരം മഹേഷ് ഭൂപതി, ചലച്ചിത്ര താരം ലാറ ദത്ത എന്നിവരും കൊച്ചി ടീമിന്റെ ഉടമകളാണ്. സൂപ്പർ ലീഗ് കേരളയുടെ പ്രഥമ സീസണിന് സെപ്റ്റംബറിൽ തുടക്കമാകും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ സപ്ലൈ ചെയിൻ ഓഫീസ് ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ ഡയറക്ടർ ജനറൽ അംന ലൂത്ത ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, വൈസ് ചെയർമാൻ KP അബ്ദുൽ സലാം, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ്, ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ O അഷർ എന്നിവർ പങ്കെടുത്തു. ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ഗ്രൂപ്പായ അൽ മുക്തദറിന്റെ 33ാമത് ഷോറൂം തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങി. 3 എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം. അൽ മുക്തദർ സ്വർണ്ണ ബുള്ളിൻ ബാർ എക്സ്ക്ലൂസീവ് ഷോറൂം, അൽ മുക്തദർ വെഡ്ഡിംഗ് ജ്വല്ലറി ഷോറൂം, അൽ ഖാദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഷോറൂം എന്നിവയാണിവ. സ്ഥാപക ചെയർമാനും CEOയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൽ ഷുക്കൂർ മൗലവി എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സുന്ന എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മൗലാന മുഹമ്മദ് അയൂബ് നദ്വി, ദുബായിലെ മുക്തദർ ജ്വല്ലറി ട്രേഡിംഗ് കമ്പനി LLC അസിസ്റ്റന്റ് ഗ്ലോബൽ ജനറൽ മാനേജർ ഇബ്രാഹിം യാഖൂത്ത് എന്നിവർ മുഖ്യ അതിഥികളായി. അൽ മുക്തദർ ഗ്രൂപ്പിന്റെ ശാഖകളിൽ നിന്ന് സ്വർണം വാങ്ങിയ ഉപഭോക്താക്കൾക്കുള്ള നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു. മന്ത്രി GR അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തത്. പുതുതലമുറയിൽ എത്ര പേർക്ക് ബാറ്റൺ ബോസിനെ അറിയാം? താരമാണ്. കുറ്റാന്വേഷണ കഥകളാൽ മലയാളികളെ ത്രസിപ്പിച്ച എഴുത്തുകാരൻ ഇതാ പുതിയ നോവലുകളുമായി എത്തുകയാണ്. ഡെത്ത് കോൾ, ഫയൽ, ഗെയിംസ് എന്നീ നോവലുകളാണ് വായനക്കാരിലേക്ക് ഉടൻ എത്താൻ പോകുന്നത്. 65-ാം വയസ്സിലും വായനക്കാരുടെ മനസ്സിൽ ഉദ്വേഗം ജനിപ്പിക്കുന്ന കഥകളുടെ പണിപ്പുരയിലാണ് ബാറ്റൺ ബോസ്. പുറത്ത് മഴയുടെ രൗദ്രഭാവം, വീശിയടിക്കുന്ന കാറ്റ്, ആ വൈകുന്നേരത്തിന് മുൻപില്ലാത്ത വിധം ഇരുളിമ. ആർപ്പുക്കരയിലെ ആ വീട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ മുകളിലെ എഴുത്തുമുറിയിൽ ഒരു ഹൊറർ നോവലിന്റെ പണിപ്പുരയിലായിരുന്നു ബാറ്റൺ ബോസ്. ഓരോ വരിയിലും സസ്പെൻസ് നിറച്ച അപസർപ്പക കഥകൾ. ഡോക്ടർ സീറോ എന്ന ആദ്യ നോവൽ പോലെ തന്നെ ഉദ്വേഗഭരിതമായ മുഹൂർത്തങ്ങളും നാടകീയതയും ഇപ്പോഴും ബാറ്റൺ ബോസിന്റെ കഥകളിൽ നിറയുന്നു. ഡെത്ത് കോൾസ്, ഫയർ ഗെയിംസ് എന്ന് പേരിട്ടിരിക്കുന്ന 2 നോവലുകളാണ് വായനക്കാരെ ത്രില്ലടിപ്പിക്കാൻ എത്തുന്നത്. ഒരു കൂടത്തായി കഥയുടെ ഒരു സാമ്യമുള്ള കഥ തന്നെയാണ്. സ്ത്രീകൾക്ക് എപ്പോഴും ഒരു മോട്ടീവ് ആകുന്ന ഒരു കഥയാണ് ഇത്, അല്ലാണ്ട് ഒരു കൊലപാതക പരമ്പരയൊന്നും അല്ലാതെ. അപ്പോൾ അത് നന്നായി ഒരു വർഷം കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ കോപ്പിയും വിറ്റുപോയി. 65-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും പുതിയ കഥകൾക്കായുള്ള അന്വേഷണത്വര ബാറ്റൺ ബോസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കഥകളിലൊക്കെ ചൂതുകളി ഉണ്ടെങ്കിലും ഞാനിത് ഈ ചൂതുകളി പോയി കണ്ടിട്ട് ആണ് ഇത് ചെയ്തത്. ഗോവയിലാണ് പശ്ചാത്തലത്തിൽ ഈ കഥ നടക്കുന്നത്. ഞാൻ പോയത് ബിഗ് ഡാഡി എന്ന് പറഞ്ഞ ഷിപ്പിലുള്ള കാസിനോ, ബിഗ് ഡാഡി കാസിനോ എല്ലാവരും ഒരു ദിവസം മുഴുവൻ അതിനകത്ത് പങ്കെടുക്കുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാലത്തിന്റെ മാറ്റത്തിൽ വാരികകൾ അപ്രസക്തമായെങ്കിലും
ആധുനികതയുടെ ചുവട് പിടിച്ച് ബാറ്റൺ ബോസ് കഥകൾ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. എൻ്റെ പുസ്തകങ്ങൾ തന്നെ റേഞ്ചറൊക്കെ 1.5 ലക്ഷം വ്യൂവേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഈ മാറ്റം ഇത് വന്നുകൊണ്ടിരിക്കുകയും മീഡിയ ഇല്ലെങ്കിൽ പക്ഷേ ഇപ്പം പ്രിൻ്റ് മീഡിയയിൽ പുസ്തകത്തിന് നല്ല ഡിമാൻഡാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീക്കിലികൾ തിരിച്ചു വരാം. സിനിമയുടെ ലോകത്തേക്കും കടന്നു ചെന്നെങ്കിലും തൃപ്തി ഇന്നും വിശാലമായ എഴുത്തിൽ തന്നെ. കഥ നമ്മുടെ കയ്യിൽ ധാരാളം കഥകൾ, നൂറുകണക്കിന് കഥകൾ. സിനിമ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നോവൽ എഴുതുന്നതിൻ്റെ ഒരു 100% അധ്വാനം മാത്രം മതി ഒരു സിനിമ കഥ ഉണ്ടാക്കാൻ. എഴുതിയ ഓരോ വരികളിലും ഉദ്വേഗം ജനിപ്പിച്ച നോവലിസ്റ്റ് ബാറ്റൺ ബോസ് വീണ്ടും പേനയെടുക്കുമ്പോൾ വായനക്കാരിൽ ആകാംക്ഷ നിറയുകയാണ്. കോട്ടയത്ത് നിന്ന് സതീഷിനൊപ്പം ടോബി ജോൺസൺ, 24. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുന്നു.